വേദ വിക്രമിനോട് പറയുന്നുണ്ട്, വീടിനകത്ത് നിങ്ങളൊരു തെമ്മാടിയാണെങ്കിലും പുറത്ത് ചിലർക്കെങ്കിലും നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഉണ്ടല്ലോ. ഗുഡ്, കൺഗ്രാറ്റ്സ്, താങ്ക് യു. ഒരു കാപ്പി ഇട്ടേട്ടെ എന്ന് വിക്രം ചോദിക്കുകയാണ്. ഏയ്, എനിക്ക് വേണ്ട. വേദ, ഒരു നിമിഷം ഇവിടെ ഇരിക്കാൻ പറ്റുമോ പ്ലീസ്? ഇതെന്താ പതിവില്ലാത്തൊരു ഭാഷ? ശരിക്കും താങ്ക്സ് ഉണ്ട് വേദ. ഞാനൊരു മോഷ്ടാവാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടും വേദ അത് വിശ്വസിച്ചില്ലല്ലോ. നീ ശരിക്കും ഒരു നല്ല കുട്ടിയാ. അത് മനസ്സിലാക്കാൻ വൈകിയത് ഞാനാ. ഇന്ന് മുതൽ നമുക്ക് നല്ല ഫ്രണ്ട്സായിരിക്കാമെന്ന് വിക്രം പറഞ്ഞിട്ട് കൈ കൊടുക്കുകയാണ് വേദയ്ക്ക്. വേദ ഒന്ന് സംശയിക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും സന്തോഷത്തോടു കൂടി തന്നെ വേദ വിക്രമിന് കൈ കൊടുക്കുകയാണ്. വിക്രം പെട്ടെന്ന് തന്നെ കൈ പിറകോട്ട് വലിക്കുന്നുണ്ട്. വേദ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? അത് നിനക്ക് ഞാൻ കൈ തന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട്സിന് എനിക്ക് ഓർമ്മ വന്നു. വിക്രം, എന്തൊക്കെയാ പറയുന്നേ? യെസ്, അതെ വേദ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. രേഷ്മ ശശി എന്നായിരുന്നു പേര്. കാണാൻ വേദയെപ്പോലെ തന്നെ നല്ല കുട്ടിയായിരുന്നു. എനിക്ക് വേണ്ടി അവൾ മഷിത്തണ്ട് പൊട്ടിച്ചു കൊണ്ടുവരും, പുളിഞ്ചിക്കായ പൊട്ടിച്ചു കൊണ്ടുവരും. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പിറന്നാളിന് സമ്മാനം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയവളാ. എന്നിട്ട് സമ്മാനം വാങ്ങി കടയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ലോറി വന്നിടിച്ചു. അയ്യോ, കഷ്ടമായിപ്പോയി. അതേ വേദ, ശരിക്കും കഷ്ടമായിപ്പോയി എന്ന് വിക്രം തിരിച്ചു പറയുകയാണ്. അപ്പോൾ വേദയ്ക്ക് ഇതെല്ലാം കളവ് പറയാനെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലുണ്ടായിരുന്നു ഒരു ബിന്ദു കൃഷ്ണ. അവളും നിന്നെപ്പോലെ തന്നെയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു വലിയ ട്രക്ക് വന്ന് അവളെ ഇടിച്ചു. ഓ, വല്ലാത്തൊരു വിധിയായിരുന്നല്ലേ ഈശ്വര. അതേ വേദ, +2 പഠിക്കുമ്പോൾ ആര്യ സുരേഷിൻ്റെ കാര്യത്തിലും ഇതേ കാര്യം തന്നെ സംഭവിച്ചത്. ആണോ? അതും ലോറി തിരിച്ചു തന്നെ ആയിരുന്നോ? ഏയ് അല്ല വേദ, അതൊരു തീവണ്ടി ദുരന്തമായിരുന്നു. തീവണ്ടി ദുരന്തമോ? യെസ്, അത് പെരുവൻ ദുരന്തം. അത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുണ്ടായതല്ലേ വിക്രം എന്ന് വേദ ചോദിക്കുകയാണ്. വേദയ്ക്ക് വിക്രമിൻ്റെ കള്ളത്തരം മനസ്സിലായിട്ട് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതെ, എന്നെ സ്നേഹിച്ചവരെല്ലാം എന്നെ വിട്ട് പോവുകയാണ് വേദ. എന്താണ് വേദ? അതെ വേദ, നിനക്കും അതേ ദുരന്തമുണ്ടായാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു പോ വേദ എന്ന് പറയുകയാണ്. വിക്രം പറഞ്ഞു തന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, ആണോ? എപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവാക്കിയേക്ക് തരാം. അതെ വിക്രം, ഞാൻ പോകാൻ വിചാരിച്ചതാ. പക്ഷേ എന്താ എനിക്കൊരു പക്ഷേ? അതിൻ്റെ ഒരാവശ്യമില്ല, വേഗം പോയിക്കുമെന്ന് വിക്രം പറയുകയാണ്. അത് ശരിയല്ല, ഞാനത് പറയാതിരുന്നാൽ ഒട്ടും ശരിയാവത്തില്ല. ഇവിടെ വന്നതിന് ശേഷം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചില വിചിത്ര ശബ്ദങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ശബ്ദമോ? അതെ വിക്രം, ശബ്ദം കേൾക്കാറുണ്ട് ഞാൻ. കുറേ സ്കൂൾ കുട്ടികളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നത്. അതിൽ 3 ശബ്ദം എന്നോട് എപ്പോഴും പറയാറുണ്ട്, വിക്രമിനെ ഒരിക്കലും വിട്ടുപോകരുതെന്ന് അവരെന്നോട് പറഞ്ഞിരിക്കുന്നത്. ജീവിച്ചിരുന്നവരുടെ വാക്ക് നമ്മൾ തള്ളിക്കളഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ മരിച്ചവരുടെ വാക്ക് നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. ശരി വിക്രം, ഞാൻ എന്തായാലും ഇവിടുന്ന് പോവില്ല, തന്നെ വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല, ഓക്കെ എന്ന് പറഞ്ഞ് വേദ അങ്ങോട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ വിക്രമിന് ദേഷ്യം വന്ന് അവിടുന്ന് ഒരു പാത്രം എടുത്ത് വേദയുടെ തലയ്ക്ക് അടിക്കാൻ വേണ്ടി ഓങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷെ പെട്ടെന്ന് വേദ തിരിഞ്ഞു നോക്കുകയാണ്. അതിൽ വിക്രം അങ്ങ് ചങ്ങി നിൽപ്പുണ്ട്. പിന്നീട് വേദയും ശ്രീജേച്ചിയാണ് കാണിക്കുന്നത്. ശ്രീജേച്ചി ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ടല്ലോ, വിക്രമിൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? നിനക്കെന്താ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ. വിക്രമിൻ്റെ സ്വഭാവത്തിലോ മാറ്റമോ? നിൻ്റെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വിക്രം നിന്നോട് സ്നേഹത്തോടെയൊക്കെ പെരുമാറാൻ തുടങ്ങിയെന്ന്. ഏടത്തി, ഞാൻ വിക്രമിൻ്റെ സ്നേഹം കണ്ടിട്ട് ചിരിച്ചതല്ല, അദ്ദേഹത്തിൻ്റെ മണ്ടത്തരം കണ്ട് ചിരിച്ചതാണ് ഞാൻ. എന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പുതിയ വല്ല മാർഗമുണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക വിക്രം. ആണോ? എന്താ സംശയം? പക്ഷേ എനിക്ക് തോന്നുന്നത് വേദയോടുള്ള സമീപനത്തിൽ ചെറിയൊരു മാറ്റം വിക്രമിന് വന്നിട്ടുണ്ടെന്നാ. അല്ലെങ്കിൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ആ വളി എടുത്തുകൊണ്ട് പോകത്തില്ല.
എൻ്റെ ഏട്ടത്തി, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നല്ല വിക്രത്തിൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നത്. അപ്പം അതാണ് ഒരു നല്ല വഴിയെന്ന് തോന്നി അപ്പം അത് ചെയ്തു. അല്ലാതെ അതെടുക്കാനുള്ള അവകാശമുണ്ടെന്നും വിക്രമത്തിന് തോന്നിയിട്ടില്ല. എന്നാലും ഒരു നല്ല കാര്യത്തിനായിരുന്നില്ലേ? അത് ഞാൻ സമ്മതിക്കുന്നു ചേച്ചി. ആ ക്യാരക്ടർ അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അവൻ്റെ മനസ്സ് മാറുമേതെ, നിനക്കവനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് എനിക്കുറപ്പുണ്ട് എന്ന് ശ്രീജ പറയുകയാണ്. ഞാനും അമ്മയും ഒക്കെ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്, ആ പഴയ വിക്രമിനെ നമുക്ക് തിരിച്ചു കിട്ടാൻ. അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് സങ്കടമാവുന്നുണ്ട് കേട്ടോ. അച്ഛനും അങ്ങനെ തന്നെ മനസ്സിൽ. പക്ഷെ അച്ഛനൊന്നും പുറത്തേക്ക് കാണിക്കത്തില്ല. വേദ കുറേ കൂടി അവനോട് അടുത്ത് പെരുമാറാൻ ശ്രമിച്ചു നോക്ക്. ഈ കാണുന്ന പരിക്കമ്മത്ത് പിന്നീട് അവനെ ഉണ്ടാക്കിയെടുത്തതാ. അങ്ങനെ ഒരാൾ ഈ രീതിയിൽ മാറണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാവില്ലേ ഏടത്തി എന്ന് വേദ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന, പഠിക്കാൻ മിടുക്കനായിരുന്ന ഒരാളെ ഈ രീതിയിൽ മാറണമെങ്കിൽ, അത് സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കണം. യെസ്, അതങ്ങനെ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് വേദ. ഇതെല്ലാം അമ്മ കാണുന്നുണ്ട് കേട്ടോ. തീരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ ഒരുപാട് അനുഭവിച്ചതാ എന്ന് ശ്രീജേച്ചി പറയുന്നുണ്ട്. ഒരിക്കൽ ഏട്ടത്തി എന്നോട് പറയാൻ ശ്രമിച്ചതാ, അമ്മ വന്നത് അത് തടഞ്ഞു. ശരിക്കും എന്താ വിക്രമിന് സംഭവിച്ചതെന്ന് വേദ ചോദിക്കുകയാണ്. ഞാനത് അമ്മയോട് തന്നെ ചോദിക്കാൻ വിചാരിച്ചതാണ്, പക്ഷെ അമ്മ എന്നോട് തുറന്നു പറയത്തില്ല. ശ്രീജേച്ചിയെങ്കിലും എന്നോട് തുറന്നു പറയൂ. അച്ഛമ്മനും വിക്രമും തമ്മിൽ ഇങ്ങനെ അകന്നു പോകാനുള്ള കാരണം എന്താ ശ്രീജേച്ചി? ഏട്ടത്തി വന്നിരുന്ന സമയത്തൊക്കെ അവർ നല്ല സന്തോഷത്തിലായിരുന്നില്ലേ? പിന്നെ എന്താ ഇവർക്കൊക്കെ സംഭവിച്ചത്? അത് വേദ എന്ന് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുകയായിരുന്നു ശ്രീജ. പക്ഷേ അപ്പോഴേക്കും അമ്മ ഇത് കാണാൻ അമ്മ പിറകിൽ നിന്നും വിളിക്കുന്നുണ്ട്. ശ്രീജ എന്ന് വിളിക്കുകയാണ്. അതിൽ ശ്രീജ അതാ അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി പോവാട്ടോ. അപ്പോൾ വേദ ചിന്തിക്കുകയാണ്, എല്ലാവരും കൂടി ആ മൂടി വെച്ച രഹസ്യം എന്തായിരിക്കും? കുറച്ച് സങ്കടത്തോടെ തന്നെ വേദ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് രാധയും അമ്മയാണ് കാണിക്കുന്നത്. എന്താ വേഗം ഇറങ്ങി വാ മോളെ, അവൾ ഓട്ടോ ഓടിച്ച് വരികയാണ്. അപ്പോൾ അമ്മ അങ്ങോട്ട് ഓടി ചെന്നിട്ട് ഒന്ന് വേഗം ഇങ്ങ് വാ എന്ന് പറയാണ്. എന്താ അമ്മേ, എന്തിനാ എന്നോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ ഓട്ടോ ഓടിക്കായിരുന്നില്ലേ? നീ ഒന്ന് പതുക്കെ പറ മോളെ, നീ ഒന്ന് അകത്തേക്ക് വാ. എന്താ അമ്മേ, ഒന്ന് കാര്യം പറ, എനിക്ക് ഓട്ടോ ഉണ്ട്. അത് പറയാനുള്ളതല്ല മോളെ, നിനക്ക് കാണാനുള്ളതാ. വാ രാധേ, ഒന്ന് ഇങ്ങോട്ട് വാ, അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് ഗസ്റ്റ് ഇരിക്കുന്നത് കാണാം. അതിലൊരാൾ പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ മകൻ. രേതയോടാട്ടോ പറയുന്നത്. ഓട്ടോ ഡ്രൈവറാണെന്നല്ലേ അയാളുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഓട്ടോ ഓടിക്കുകയാണ് എന്ന് പറയുന്നു. അല്ലെങ്കിലും പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കുന്നതാ നല്ലത്. കല്യാണം വരെ എന്തും ആവാലോ, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ലോ. അതെന്താ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ സ്റ്റാർട്ടാവത്തില്ലേ എന്ന് പറയുകയാണ്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, അവൾക്ക് എല്ലാം ഒരു തമാശയാണ് മോളെ, നീ പോയി വേഗം റെഡിയായി വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാധയും അമ്മയും കൂടെ അങ്ങ് അകത്തേക്ക് പോകാണ്ടി നിൽക്കുകയാണ്. രാധ ചോദിക്കുന്നുണ്ട്, ഇതാരാന്ന് അമ്മ പറഞ്ഞില്ലല്ലോ, ഇതാരൊക്കെയാ, എനിക്കറിയത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മ ഒരു ഡ്രസ്സ് കൊണ്ടുവന്ന് രാധയ്ക്ക് ഒരു ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയുകയാണ്, അച്ഛനും അമ്മയും മകനും കൂടെ ഒരു വീട്ടിൽ വന്നാൽ അവരെന്തിനാ വന്നതെന്ന് നിനക്കറിയത്തില്ല, അത് ഞാൻ പറയണോ എന്ന് ചോദിക്കുകയാണ്. അവർ മോളെ നിന്നെ കാണാൻ വന്നതാണ്. അവർ 1 മണിക്കൂറായി വന്നിട്ട്. നീ ഈ ഡ്രസ്സ് വേഗം പോയി ധരിച്ച് വേഗം അങ്ങോട്ട് വാ. അവർ നല്ല വീട്ടുകാരാണെന്ന് പറഞ്ഞത്. അവർ 2 മക്കളെന്ന് പറഞ്ഞത്. മൂത്തത് അങ്ങ് ജർമ്മനിയിലാണ്. ആ ചെറുക്കൻ അവിടെയാണ് ജോലി. വേഗാതെ ഈ ചെറുക്കനെയും അവരങ്ങ് കൊണ്ടുപോകുന്ന പറയുന്നത്. അപ്പോൾ നിനക്കും പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാം അങ്ങ് ഫിക്സ് ചെയ്തു അല്ലേ എന്ന് രാധ ചോദിക്കുകയാണ്. പിന്നെ അല്ലാതെ, നിൻ്റെ അച്ഛൻ ജീവിതത്തിൽ ഒരേ ഒരു നല്ല കാര്യം ചെയ്തിട്ടുള്ളൂ, അത് ഈ ആലോചനയാ. മൂക്കറ്റം കുടിക്കുന്ന അച്ഛൻ ഇന്നൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ല മോളെ. ഓ, അത് വല്ലാത്തൊരു ത്യാഗമായി പോയല്ലോ അമ്മേ. ആരും സ്വന്തം മകളൊക്കെ ആണെങ്കിലും ഇത്രയൊക്കെ അച്ഛന്മാരെ കഷ്ടപ്പെടൂ എന്ന് രാധ ചോദിക്കുകയാണ്. മതി, മര്യാദയ്ക്ക് നീ ഇത് കൊടുത്തോണ്ടേ അങ്ങോട്ട് വരാൻ നോക്ക്. നിൻ്റെ മനസ്സിലിരിപ്പോൾ എന്താണെന്ന് എനിക്കറിയാം. അത് നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. രണ്ടാമത് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം പറഞ്ഞു. എന്തായാലും അവരോട് വന്ന സ്ഥിതിക്ക്
ഞാനവരൊന്ന് കണ്ടിട്ട് വരാം. എന്തായാലും വേഷം കെട്ടൊന്നും വേണ്ട, എനിക്കിത് ഇടാനൊന്നും സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഡ്രസ്സൊന്നും മാറ്റാണ്ട് രാധ അങ്ങോട്ട് ചെല്ലുക കേട്ടോ. അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അമ്മ രാധ നീ ഇവിടെ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ രാധ അതൊന്നും കേൾക്കുന്നില്ല. എന്താ പേര് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗണേശൻ എന്നയാൾ പറയുന്നുണ്ട് കേട്ടോ. ഓ നല്ല പേര്, ഗണേശൻ കാപ്പി കുടിച്ചോ? ഇതുവരെ എത്ര വീട്ടിൽ നിന്ന് കാപ്പി കുടിച്ചിട്ടുണ്ട്? അപ്പോൾ അയാൾ ചിരിക്കുന്നുണ്ട് കേട്ടോ. അല്ല, ഇങ്ങനെയൊക്കെ കുറേ അന്വേഷിച്ചിട്ടാണല്ലോ ഒരു കാര്യം ശരിയാവുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. അയ്യപ്പൻ പറഞ്ഞത് ശരിയാ, മോള് നല്ല തമാശക്കാരിയാണല്ലോ. അപ്പം അച്ഛൻ പറയുന്നത് ഇടയ്ക്കൊക്കെ ഇവളെങ്ങനെ? അല്ല അമ്മാവ, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. ഗണേഷിനെ കണ്ടാലേ കുറച്ചധികം കാപ്പി കുടിച്ച ലക്ഷണമുണ്ട്. ഇതൊക്കെ കേട്ടി അവർ നന്നായി ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഇഷ്ടമായി. പെൺകുട്ടികളായാലേ കുറച്ച് തമാശയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കല്യാണം കഴിയുന്നത് വരെ ഇങ്ങനെ ചെറിയ കളിയൊക്കെ നല്ലതാ. അത് കഴിഞ്ഞാൽ ഇതിനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് ഒരു സ്ത്രീ പറയുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നുണ്ട്, ഏതെന്താ അമ്മായി, കല്യാണം കഴിഞ്ഞാൽ കളിക്കാനും ചിരിക്കാനൊന്നും പറ്റത്തില്ലേ? അപ്പോൾ എല്ലാവരും ചിരിക്കുക കേട്ടോ. ഇതും കൂടി ചേർത്തേ ഗണേശൻ്റെ 32ാമത്തെ പെണ്ണ് കാണലാ മോളെ ഇത്. എല്ലാത്തിനും ഇവനെ എന്തെങ്കിലും ഒരു കുറ്റവും കുറവും കാണും. അപ്പോൾ ഈ കാപ്പിക്കുടിയിലും എന്തെങ്കിലും കുറവ് കണ്ടിട്ടുണ്ടാവും ഇല്ലേ ഗണേശ എന്ന് രാധ ചോദിക്കുകയാണ്. ഇല്ല, ഇവനിക്കിത് ശരിക്കും പിടിച്ചിട്ടുണ്ട് എന്ന് അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. ഗണേശന് എന്നെ ഇഷ്ടമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അമ്മേ എന്ന് രാധ ചോദിക്കുകയാണ്. അപ്പോൾ ഗണേശ, ബാക്കിയുള്ള ഈ ലഡും ബിസ്ക്കറ്റും എല്ലാം കൂടെ പൊതിഞ്ഞെടുത്ത് ഇപ്പം തന്നെ പോകാൻ നോക്കിക്കോ. എനിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ല എന്ന് രാധ പറയാണ്. ഉച്ചയാവുന്നതല്ലേ ഉള്ളൂ, ഒന്ന് ശ്രമിച്ചാലേ 33ാമത്തെ കാപ്പി ഒടിക്കും കൂടി ഒരു ചാൻസ് ഉണ്ട്. വേഗം എഴുന്നേറ്റ് പോകാൻ നോക്ക് എന്ന് പറയാണ് രാധ. എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? വേഗം എഴുന്നേറ്റ് നോക്ക്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അപ്പം നിങ്ങളുടെ മകൾ തമാശ പറയുന്ന ഭാവത്തിൽ എന്നെ അഭിമാനിക്കുകയായിരുന്നു അല്ലേ? അല്ല, ശരിക്കും നിങ്ങളെ അഭിമാനിച്ചത് എൻ്റെ അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ടാ. എനിക്ക് ശരിക്കും ഒരാളെ ഇഷ്ടമാണ്, അതിവർക്ക് അറിയാവുന്ന കാര്യമാണ്. അത് മറച്ചു വെച്ചിട്ടാണ് നിങ്ങളെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അക്കാര്യത്തിൽ എനിക്കൊരു യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് രാധ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നവരെല്ലാവരും കൂടെ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാട്ടോ. നല്ലൊരു ബന്ധമായിരുന്നു, നീ മുഖത്തടിച്ചതുപോലെ അതങ്ങ് ഇല്ലാതാക്കി അല്ലേടി എന്ന് രാധയുടെ അമ്മ ചോദിക്കാട്ടോ. ഇതാണോ അമ്മേ നല്ല ബന്ധം? അവർക്ക് വേണ്ടത് ആ പൊട്ടനെ നോക്കി ജീവിക്കുന്ന ഒരു അടിമയെ വേണ്ടത്. അതമ്മയ്ക്ക് മനസ്സിലായില്ലേ? രാവിലെ മുതൽ വൈകിട്ട് വരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് കഴിയാനുള്ളത് ഞാൻ സമ്പാദിക്കുന്നില്ലേ? എന്നെ തന്നെ നിങ്ങൾ എന്തിനാ അവിടെ കൊണ്ടുപോയി നടതള്ളണമെന്ന് നിങ്ങൾക്ക് ഇത്ര വാശി എന്ന് ചോദിക്കുകയാണ്. എങ്കിലും അവരെ ഇങ്ങനെ അഭിമാനിക്കാൻ പാടില്ലായിരുന്നു എന്ന് രാധയുടെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വേദയുടെ അമ്മയും മുത്തശ്ശിയാണ് കാണിക്കുന്നത്. മുത്തശ്ശി പറയുന്നുണ്ട്, വേദയുടെ വീട് കാണാൻ നമുക്കൊന്ന് പോയാലോ എന്ന്. പക്ഷേ അമ്മ പറയുകയാണ്, വേദയുടെ അച്ഛന് ആ ബന്ധത്തെ അംഗീകരിച്ചിട്ടില്ല. അതിന് നമ്മൾ മാത്രമല്ലേ അംഗീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നമ്മളിത് ചെയ്യണം പത്മേ. വിവാഹം കഴിഞ്ഞ ഒരു കുട്ടിക്ക് ആചാരപ്രകാരം കൊടുത്തയക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. നല്ല കാര്യമായി. നമ്മളതൊക്കെ കൊണ്ടുപോയി തന്നാൽ അവർ സ്വീകരിക്കും നമുക്ക് തോന്നുന്നുണ്ടോ? സ്വീകരിക്കും. ആ വീട്ടിലെ അമ്മ അവളെ മകളായിട്ട് സ്വീകരിച്ച് കഴിഞ്ഞില്ലേ? ആ ബന്ധം അംഗീകരിച്ച് നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവരത് സ്വീകരിക്കും എന്ന്. ഈ വീട്ടിൽ എന്തൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞത് നമ്മൾ മോള് ചെന്ന് കയറിയ വീട്ടിൽ അവൾക്ക് ആ കുറവുകൾ തോന്നാൻ പാടില്ല. കല്യാണത്തിന് ശേഷം ചെയ്യേണ്ട മര്യാദകളെല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യണം. പാത്രങ്ങളും അലമാരയും വീട്ടു സാധനങ്ങളും എല്ലാതും നമുക്ക് കൊണ്ടുപോകണം. മാത്രമല്ല വർഷയെ പ്രസവത്തിനായി കൊണ്ടുപോകുന്ന ചടങ്ങിന് വേദയും ആ കുടുംബത്തെയും ക്ഷണിക്കുകയും ചെയ്യണം. അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട്, അവർ വരുമോ? അവർ വരും.
രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തേ പറ്റൂ. അല്ല, സാധനങ്ങളെല്ലാം വാങ്ങാൻ എന്ത് ചെയ്യും? ഞാൻ കാശെടുത്താൽ ശങ്കരേട്ടൻ അറിയും. അതിനൊന്നും നീ പേടിക്കണ്ട. അതിനുള്ള കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നീ കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയെന്ന് അമ്മ പറയുന്നുണ്ട്. പിന്നീട് ശ്രീനി സാറിനും വിക്രമിനെയാണ് കാണിക്കുന്നത്. ശ്രീനി സാർ ചോദിക്കുന്നുണ്ട്, രാധ നിന്നെ വിടാനുള്ള ഭാവമില്ല അല്ലേ? അയ്യപ്പേട്ടൻ ഒരു ആലോചനയുമായി അവൾക്ക് വേണ്ടി കൊണ്ടു ചെന്നതാണ്. പക്ഷെ അവൾ അവനെ അപമാനിച്ചു വിട്ടു എന്നാണ് പറയുന്നത്. അതിനർത്ഥം അവൾ നിന്നെ ഇപ്പോഴും നിൻ്റെ അവളുടെ മനസ്സിലിട്ടിട്ട് നടക്കുന്നുണ്ടെന്നല്ലേ? അവൾക്ക് ഭ്രാന്താണ്. ഇനി ഞാൻ അങ്ങനെ ഒരു സൂചന പോലും അവൾക്ക് കൊടുത്തിട്ടില്ല. അതെല്ലാം നിൻ്റെ ഒരു തോന്നലാ. അല്ല സാർ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, സത്യ. അപ്പോൾ ഒരു സൂചന ഇനി കൊടുക്കാഞ്ഞിട്ടാണോ അവളുടെ ഓട്ടോയ്ക്കൊപ്പം നിൻ്റെ പേരും കൂടി കൂട്ടിച്ചേർത്തത്? അപ്പോൾ വിക്രം ചിരിക്കുന്നുണ്ട്. ഞാനതൊക്കെ ഒരു തമാശയായിട്ട് കരുതിയിട്ടുള്ളൂ. ഇതുവരെയും അവൾക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ലയെന്ന് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആണിൻ്റെയും പെണ്ണിൻ്റെയും പ്രേമത്തിലൊരു വ്യത്യാസമുണ്ട് വിക്രം. ആണിനൊരു പ്രേമം തോന്നിയാൽ അവൻ ആദ്യം വിളിച്ച് പറയുന്നത് ചുറ്റുമുള്ള ലോകത്തോടായിരിക്കും. പക്ഷേ ഒരു സ്ത്രീ അങ്ങനെയല്ല. സ്ത്രീകളുടെ പ്രണയത്തിന് ഒരു വ്യത്യാസമുണ്ട് വിക്രം. അവരവരുടെ പ്രണയം സ്വന്തം മനസ്സിനോട് തന്നെയാണ് ആദ്യം പറയുന്നത്. നീ എത്ര തന്നെ അവളോട് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞാലും അവളുടെ സ്വന്തം മനസ്സിനോട് അവൾ പറയുന്നത് നിനക്ക് അവളെ ഇഷ്ടമാണെന്നായിരിക്കും. അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യും? അവൾ